ഏറ്റവും സ്നേഹമുള്ള വൈദികരെ, പ്രിയ സിസ്റ്റേഴ്സെ, മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഏപ്രിൽ 6-ാം തീയതി ഞായറാഴ്ച നമ്മുടെ മുമ്പിൽ വച്ച് നീട്ടുന്ന സുവിശേഷ ഭാഗം യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 7 മുതൽ 18 വരെയുള്ള വചനങ്ങളാണ്. യേശു നല്ലിടയൻ എന്നുള്ള നമുക്ക് സുപരിചിതമായ വചനമാണത്. വിശുദ്ധ യോഹന്നാൻ സുവിശേഷകൻ ഞാൻ നല്ലിടയനാണ് എന്ന് പറയുന്നത്, യോഹന്നാൻ സുവിശേഷകൻ ഇത് ഗ്രീക്കിൽ എഴുതിയത് ഏഗോ എയ്മി ഹോ പോയിമേൻ ഓ കാലോസ്. ഏഗോ ഐ, എയ്മി ഐ ആം, ഹോ ഓ വിളിക്കുകയാണ്, ഹോ, പോയിമൻ ഷെപ്പേഡ് ഇടയൻ, ഓ കാലോസ് ഗുഡ് നോബിൾ. ഗുഡും നോബിളും തമ്മിൽ വ്യത്യാസമുണ്ട്. ഗുഡ് എന്നാണ് പറയേണ്ടത്, ഗുഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗുഡിൽ നിന്നും വ്യത്യസ്തമാണ് ബെറ്റർ, ബെസ്റ്റ്. യഥാർത്ഥത്തിൽ മലയാള തർജ്ജമയിലേക്ക് വരേണ്ടത് ബെസ്റ്റ്, ഏറ്റവും നല്ല ഇടയൻ എന്നാണ്. ആ വചനമാണ് യോഹന്നാൻ സുവിശേഷകൻ തന്റെ ഗ്രന്ഥരചനയിലെ ഗ്രീക്കില് എഴുതിയപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. നോബിൾ മാൻ, ഹീസ് എ നോബിൾ മാൻ, ഹീസ് എ ഗുഡ് മാൻ എന്നല്ല, ഹീസ് എ നോബിൾ ഷെപ്പേഡ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഈ ഇടയന്റെ കയ്യിലുള്ള സാധനങ്ങൾ, ഇടയന്റെ വസ്ത്രങ്ങൾ നമുക്കറിയാം, കുറെ റഫായിട്ടുള്ള വസ്ത്രങ്ങളാണ്. അവന്റെ ശരീരം മുഴുവനും മൂടി പുതച്ചു നടക്കുന്നതാണ്. കാരണം മഴയിൽ നിന്നും മഞ്ഞിൽ നിന്നുമെല്ലാം രക്ഷ നേടിക്കൊണ്ട് അതിനുപരിയായിട്ട് തൻ്റെ ആടുകളെ സംരക്ഷിക്കുന്നവനാണ് ഈ ഇടയൻ. ഇടയന്റെ കയ്യില് ഒരു വടിയുണ്ടാകും, അത് വളഞ്ഞ വടിയാണ്. ഈ വളഞ്ഞ വടി എന്തിനാണെന്ന് ചോദിച്ചാല് മരക്കമ്പുകളൊക്കെ മുൾച്ചെടികളൊക്കെ വലിച്ച് താഴോട്ട് ഇട്ടിട്ട് ഈ ആടുകൾക്ക് തീറ്റ കൊടുക്കാനുള്ളതാണ്, അതിനെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമാണ്. മറ്റൊന്ന്, സിംഹത്തിനോ മറ്റു മൃഗങ്ങളോ അറ്റാക്ക് ചെയ്യാൻ, ആക്രമിക്കാൻ വരുമ്പോൾ ഈ വളഞ്ഞ വടി എല്ലാ മൃഗങ്ങൾക്കും പേടിയാണ്. അതിനെ, ഈ ആടിനെ, ആട്ടിൻ കുഞ്ഞുങ്ങളെ, മുട്ട ആടുകളെ എല്ലാം സംരക്ഷിക്കുന്നവനാണ് ഈ ആട്ടിടയൻ. ഈ ഇടയന്റെ കാര്യം തന്നെയാണ് നമ്മുടെ പിതാക്കന്മാരും മെത്രാന്മാര് ബിഷപ്പുമാര് അവര് ആ ഓർഡിനേഷന്റെ അവസരത്തിൽ അവരുടെ തൊപ്പി എന്ന് പറയുന്നത് ഈ ആടുകളെ സംരക്ഷിക്കാനായിട്ട് അവരുടെ ശിരസ്സൊക്കെ മൂടി ആടുകളെ നോക്കുന്നതിന് മാത്രം ശ്രദ്ധിക്കുന്ന മനുഷ്യരാണ്. വളഞ്ഞ വടിയുടെ ഉദ്ദേശവും അതാണ്. മൂന്നാമത് നമ്മൾ കാണുന്ന എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകവും നല്ലിടയനും തമ്മിലുള്ള ഒരു ബന്ധം. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തില് ഈ ആട്ടിടയന്മാരെ കുറിച്ച് ഒരു വലിയ വിവരണം നൽകുന്നുണ്ട്. ഈ ആട്ടിടയൻ എപ്പോഴും സംരക്ഷിക്കാൻ വിളിക്കപ്പെട്ടവൻ, പക്ഷേ ഈ ആട്ടിൻ കൂട്ടത്തിൽ നിന്ന് നല്ലതിനെ തിരഞ്ഞെടുത്ത് ഇവരതിനെ കൊന്നു തിന്നുന്നു, മറ്റുള്ളവർക്ക് വിൽക്കുന്നു. അങ്ങനെയുള്ള മനുഷ്യരെ കുറിച്ച്, അവർ ഉത്തരവാദിത്വ ബോധമില്ലാത്തവരെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ യേശു യോഹന്നാന്റെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തില് നമ്മളോട് പറയും, ഞാൻ നല്ല ഇടയനാണ്, അയാമേ ഉത്തരവാദിത്വമുള്ള ഒരു വ്യക്തിയാണ്. നമ്മുടെ പിതാക്കന്മാരെ കുറിച്ച്, മെത്രാന്മാരെ കുറിച്ച് ഉത്തരവാദിത്വമാണ് അവരെ ഏൽപ്പിച്ചിരിക്കുന്നത്. പൗരോഹിത്യത്തിന്റെ പൂർണ്ണത പിതാക്കന്മാരിലാണെന്നാണ് നമ്മൾ കേൾക്കുന്നതും പഠിക്കുന്നതുമെല്ലാം. ദാവീദ് നല്ല ഇടയൻ. സങ്കീർത്തനം 23 നമുക്കൊക്കെ അറിയാം. കർത്താവിന്റെ ഇടയനാവുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. അവിടുന്ന് പച്ച നിറഞ്ഞ പുൽത്തകിടിയിൽ അവിടുന്ന് വിശ്രമം അരുളുന്നു, പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. മരണത്തിന്റെ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും
അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. മരണത്തിന്റെ താഴ്വരയിലൂടെയാണ് ഒരു കുഞ്ഞാട് നടക്കുന്നതെങ്കിലും ഞാൻ ഭയപ്പെടുകയില്ല. തന്റെ ജനത്തെ സംരക്ഷിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ടവനാണെന്ന് ഈ ആട്ടിടയനായിരുന്ന ദാവീദിന് വ്യക്തമായിട്ടറിയാം. ആടുകളെ എങ്ങനെ സംരക്ഷിക്കണമെന്നറിയാം. വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സിംഹമോ എന്തെങ്കിലുമൊക്കെ പിടിക്കാൻ വരുമ്പോൾ ആ സിംഹത്തിന്റെ ഒക്കെ വായ പിളർന്നുകൊണ്ട് തന്റെ ആടുകളെ രക്ഷിക്കുന്ന ആ ഇടയൻ, ഗുഡ് ഷെപ്പേർഡ് എന്ന് പറയുന്ന ഒരു ഗുഡ് ഷെപ്പേർഡ് ഫീൽഡ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ബെത്ലഹേമില്. അവിടെയാണ് മാലാഖമാര് പ്രത്യക്ഷപ്പെടുന്ന ഈ ആട്ടിടയന്മാർക്ക്. ആടുകൾ ഉള്ളിലാണ് കിടക്കുന്നത്, ആട്ടിടയന്മാര് പുതച്ചു മൂടി കിടക്കുന്നത് ഈ ഗുഹയുടെ മുൻവശത്താണ്. കാരണം ഒരു ചെന്നായോ സിംഹമോ കുറുക്കനോ ഒന്നും ഇതിന്റെ ഉള്ളിലേക്ക് കയറി വരുത്. സംരക്ഷിക്കുന്നവനാണ് ഇടയൻ. നമ്മൾക്ക് ചിന്തിക്കാം, നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബത്തിലെ ഇടയന്മാരാണ്. നമ്മുടെ വികാരിമാരെ ഒരു ഇടയനാണ്, നമ്മുടെ മെത്രാന്മാരൊരു ഇടയനാണ്, പരിശുദ്ധ പിതാവ് വലിയൊരു ഇടയനാണ്. ആ മുക്കുവനെ പിടിച്ചില്ലേ, പത്രോസ് എന്ന് പറയുന്ന മുക്കുവനെ പിടിച്ചിട്ട് എന്റെ ആടുകളെ മേയ്ക്കാനുള്ള ഉത്തരവാദിത്വമാണ് യേശു ഈ നല്ലിടയൻ പത്രോസിന് നൽകിയത്. പത്രോസ്, നീ പാറയാകുന്നു, ഈ പാറയമേല് എന്റെ പള്ളി ഞാൻ പണിയും. ആ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. നരകവാതിലുകൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. ദാവീദിന്റെ 23-ാം സങ്കീർത്തനവും യോഹന്നാന്റെ സുവിശേഷത്തിലെ 10-ാം അധ്യായത്തിൽ നല്ലിടയൻ എന്ന് പറയുന്ന ഈ ഭാഗവും തമ്മിൽ വളരെ യോജിച്ചു പോകുന്നുണ്ട്. ഞാൻ നല്ലിടയൻ എന്ന് പറയുമ്പോൾ ആ നല്ലിടയൻ എന്താണ് ചെയ്തതെന്ന് നമ്മൾ വചനം മുഴുവനും വായിക്കുന്നുണ്ട്. വിശക്കുന്നവർക്ക് അപ്പം നൽകി, രോഗികളെ സൗഖ്യപ്പെടുത്തി. അവിടുത്തെ പ്രഘോഷണം ആരംഭിക്കുന്ന ഇങ്ങനെയല്ലേ, കർത്താവിന്റെ അരൂപി എന്റെ മേൽ ഉണ്ട്, കുരുടർക്ക് കാഴ്ചയും ബധിരർക്ക് കേൾവിയും മുടന്തർക്ക് സൗഖ്യവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വീകാര്യമായ വത്സലവും പ്രഖ്യാപിക്കാൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അത് ഉത്തരവാദിത്വമാണ് പറയുന്നത്. ഇവിടെയൊക്കെ പൗരോഹിത്യത്തിലും മെത്രാൻ അഭിഷേക കർമ്മങ്ങളിലുമൊക്കെ പങ്കെടുക്കുമ്പോൾ ഈ നല്ലിടയന്റെ ദൗത്യമാണ്. ആ പ്രഘോഷണത്തില് നയപ്രഖ്യാപനത്തിൽ യേശു പറയുന്ന ഞാൻ നല്ലിടയൻ എന്ന് പറയുമ്പോൾ കർത്താവ് ആത്മാവ് നിറഞ്ഞവനാ. പൗരോഹിത്യത്തിന്റെ പൂർണ്ണതയാണ് ഒരു മെത്രാനിലുള്ളത്. പൗരോഹിത്യത്തിലാണ് തിരുപ്പട്ടം ലഭിക്കുന്ന പരിശുദ്ധാത്മാവിനെയാ. അവൻ മുടന്തർക്ക് സൗഖ്യം നൽകുക, കുരുടർക്ക് കാഴ്ച നൽകുക. യേശു പറയുന്നില്ലേ, മുറിവേറ്റതിനെ തന്റെ തോളിലേറ്റി ഞാൻ കൊണ്ടുവരും. 100 ആടുകൾ ഉണ്ടായിരിക്കും, ഒരാട് നഷ്ടപ്പെട്ടാൽ അതിനെ അന്വേഷിച്ചു പോകുന്ന ഒരു നല്ലിടയന്റെ ജീവിതമല്ലേ യേശു കുരിശിൽ നമുക്ക് കാണിച്ചു തന്നത്. നല്ലിടയന്റെ ഓർമ്മ എന്റെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ 2025 മാർച്ച് 30-ാം തീയതി ജബൽപൂരിൽ നടന്ന ഒരു സംഭവം. ഈ നോമ്പ് കാലഘട്ടത്തില് ജനങ്ങളൊക്കെ ദേവാലയങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥിക്കുകയാണ്. വികാരി ജനറൽ ഡേവിഡ് ജോർജ് ഉള്ള ആ ദേവാലയത്തിലേക്ക് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്ന ക്രിസ്ത്യാനികൾ കടന്നു വരികയാണ്. കടന്നു വന്നപ്പോൾ ഫദാൽ എന്ന് പറയുന്ന ആ സമൂഹം, അല്ലെങ്കിൽ ക്രൈസ്തവർക്കെതിരെ ശബ്ദമുയർത്തുന്നതായ ഒരു സംഘടന അവിടെ വന്ന് ഈ ജനങ്ങളെ ആക്രമിക്കുകയാണ്, അവരെ തല്ലുകയാണ്. ഈ അവസരത്തില് ആ വികാരി ജനറൽ എന്തു ചെയ്തു? ആ ഇടയനായ വികാരി ജനറൽ അച്ഛൻ ഡേവിഡ് ജോർജ് ആ ജനത്തിന്റെ അരികിലേക്ക് കടന്നു ചെന്നിട്ട് അവരെ തടയുകയാണ്, ആക്രമിക്കുന്നവരെ തടയുകയാണ്. ആ സിംഹങ്ങളെ, ആ ചെന്നായകളെ, ആ കുറുക്കന്മാരെ ഡേവിഡ് ജോർജ് അച്ഛൻ തടഞ്ഞു. ആ അവസരത്തിൽ നിങ്ങൾ ഓർക്കണം പ്രിയമുള്ളവരെ, ആ വൈദികന്റെ കഴുത്തിന്റെ ഇവിടെ ഇടിക്കുന്നത് നിങ്ങൾ ടിവിയിൽ കണ്ടോ എന്ന് എനിക്കറിയില്ല. അതിന്റെ ഫോട്ടോകൾ നമ്മുടെ പത്രങ്ങളിൽ വന്നില്ലേ? നമുക്കാർക്കും വേദനിക്കില്ല. കാരണം നമ്മുടെ ആരും സഹോദരനോ സഹോദരിയോ അല്ല, നല്ലിടയനാണ്.
ഇതുപോലെ ജീവാർപ്പണം ചെയ്ത എത്രയോ അൽമായരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. അവരെയൊക്കെ മറക്കരുത് നമ്മള്. റാണി മരിയ 54 കുത്തുകളാണ് ആ ശരീരത്തിലെ കുത്തിയത്. ഒരു മലയാളിയായ പെരുമ്പാവൂർക്കാരിയായ ആ സഹോദരിയെ ഇടയൻ അതുപോലെയാ, സംരക്ഷിക്കുന്നവനാണ്, രക്ഷിക്കുന്നവനാണ്, ജ്ഞാനം പകർന്നു കൊടുക്കുന്നവനാണ്. 5ാമത് അനുജൻ ഒരു ബിഷപ്പാണ്, ബെന്നി. 25 വർഷമായി പട്ടമേറ്റിട്ട്. അദ്ദേഹത്തിന്റെ ജൂബിലി വർഷമാണെന്ന്. നാഗാലാൻഡിന് വേണ്ടി തെരഞ്ഞെടുത്ത മനുഷ്യനാ. ഏപ്രിൽ 19-ാം തീയതി ബെന്നി അച്ഛന്റെ പൗരോഹിത്യമായിരുന്നു വടാട്ടുപാറ സെന്റ് മേരീസ് ചർച്ചില്. ബിഷപ്പ് മിറ്റത്താനിയാണ് പട്ടം കൊടുത്തത്. അങ്കമാലി അടുത്തുള്ള കാടുകുറ്റി പള്ളിയില് ഒരു വൈദികന്റെ ശവസംസ്കാരം നടക്കുന്നുണ്ട്. എന്റെ അനുജന്റെ പട്ടത്തിന് ശേഷം 3 ദിവസം കഴിഞ്ഞ് നടന്ന പട്ടമാണ്. ഒരു വൈകിട്ട് അവിടേക്ക് കുറെ ആളുകൾ, തീവ്രവാദികൾ കടന്നു വന്നിട്ട് അദ്ദേഹത്തെ അവിടുന്ന് വിളിച്ചോണ്ട് പോവുകയാണ്. ഒരു വയലിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ കാലിന്റെ തുടയിൽ വെടിവെച്ചു. രക്തം വാർന്ന് രാത്രി മുഴുവനും ആ തണുപ്പത്ത് കടന്ന് ആ വൈദികൻ മരിച്ചു. ആടുകൾക്ക് വേണ്ടി ജീവാർപ്പണം ചെയ്യാൻ കടന്നു വന്ന ആ വൈദികനെ വെടിവെച്ചു വന്നു. ആ ശവശരീരം, ആ മൃതശരീരം കാടുകുറ്റി പള്ളിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടാവുന്ന ഒരു സംഭവമുണ്ട്. മിറ്റത്താനി പിതാവ് പ്രാർത്ഥനകൾക്ക് നേതൃത്വം നടക്കുകയാണ്. 1 വർഷത്തിനു മുമ്പ് താൻ പട്ടം കൊടുത്ത പുരോഹിതനാക്കിയ ആ മകൻ മരിച്ച് ശവമഞ്ചത്തിൽ കിടക്കുകയാണ് പള്ളിയില്, സെമിത്തേരിയില്. അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ അപ്പുറയും ഇപ്പുറയും മാതാപിതാക്കൾ നിൽപ്പുണ്ട്. പിതാവ് ആ മൃതമേനിയിലേക്ക് കന്നാം വെള്ളം തളിച്ചിട്ട്, പ്രിയമുള്ളവരെ, ആ വടിയില്, പിതാവ് പിടിക്കുന്ന ആ വടിയില്, സ്റ്റാഫില് ഇങ്ങനെ പിടിച്ചിട്ട് പൊട്ടിക്കരയുകയാ. കാരണം തന്റെ ഉത്തരവാദത്തിൽ ഏൽപ്പിച്ച ആ മകൻ വെടിയേറ്റ് മരിച്ച് ആ മാതാപിതാക്കന്മാരുടെ മുമ്പിൽ കിടക്കുകയാണ്. ഒരു ഇടയനാണ്. ആ ഇടയൻ തന്റെ ആട് ചെന്നായ പിടിച്ചപ്പോഴ്, സിംഹം പിടിച്ചപ്പോഴ് കരയുകയാണ്. കണ്ണുനീർ തുള്ളികളെ വാർന്നു 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 വാർന്ന് വീഴുന്നത് ഇന്നും എന്റെ മനസ്സില് എനിക്ക് മറക്കാൻ കഴിയില്ല, പ്രിയമുള്ളവരെ. അത്ര വേദനാജനകമായിരുന്നു. ആ ദേവാലയ അങ്കണം മുഴുവനും ആളുകള് പൊട്ടിക്കരഞ്ഞ നിമിഷമായിരുന്നു. ആ ഇടയന്റെ സ്നേഹത്തിന്റെ മുമ്പിൽ വിതുമ്പിക്കരയാത്ത ഒരു മനുഷ്യനും അവിടെ ഉണ്ടായില്ല. ഒരുപക്ഷേ എന്റെ വികാരം കൊണ്ട് പറയുന്നതാണ് നിങ്ങൾ കരുതും. എന്റെ അനുജൻ ഇന്നൊരു ബിഷപ്പാണ്. 1 വർഷം കഴിഞ്ഞു പിതാവായിട്ട്. അരുണാചൽ പ്രദേശിലെ ബിഷപ്പാണ്. എത്രയോ പ്രാവശ്യം എന്റെ അനുജൻ ബിഷപ്പ് ബെന്നിക്ക് വൈദികനായി സേവനം ചെയ്യുമ്പോൾ ചില പ്രത്യേക ഗ്രൂപ്പുകളിൽ നിന്ന് ഭീഷണികൾ ഉണ്ടായി. പലതരത്തിലുള്ള ഭീഷണികൾ ഉണ്ടായിട്ടുണ്ട്. അവിടുന്ന് എല്ലാം ദൈവം കാത്തു പരിപാലിച്ച് ഇന്നൊരു രൂപതയുടെ അധ്യക്ഷനാക്കി മാറ്റിയിരിക്കുകയാണ്. പണ്ടൊക്കെ എന്റെ അനിയനെ ഏറ്റ ബുദ്ധിമുട്ടുകൾ ഓർക്കുമ്പോൾ എന്റെ കണ്ണുകളിൽ നിന്ന് കുർബാനയുടെ അവസരത്തിലൊക്കെ ധാരധാരയായിട്ടും എഴുന്നേരൊഴുകുമായിരുന്നു. ഇന്നും ഒഴുകും. കാരണം എന്റെ രക്തമാണ്, എന്റെ അപ്പന്റെയും അമ്മയുടെയും രക്തം തന്നെയാണ് അവനിൽ ഒഴുകുന്നത്, പിതാവിൽ ഒഴുകുന്നത്. ഒരു ഇടയന്റെ നൊമ്പരത്തില് പങ്കുചേർന്നുകൊണ്ടാണ് യേശു പറയുന്നത്, ഞാൻ നല്ല ഇടയനാവുന്നു. ഞാൻ ആടുകൾക്ക് വേണ്ടി ജീവാർപ്പണം ചെയ്യുന്നു എന്നല്ല, ഞാൻ അർപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അർപ്പിക്കുക. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് എത്ര ഊണും ഉറക്കവും കഴിഞ്ഞ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സമർപ്പിക്കുകയല്ല, അർപ്പിക്കുകയാണ്. അർപ്പിക്കുന്ന അമ്മമാര്, ആ അമ്മമാര് എത്രയോ രാത്രിയിൽ ആ കൊച്ചു കുഞ്ഞിന് എത്രയോ പ്രാവശ്യം എഴുന്നേറ്റ് അമ്മപ്പാല് നൽകുന്നത്, അവരെ ശുശ്രൂഷിക്കുന്നത്.
രോഗിയാകുമ്പോൾ നമ്മുടെ അമ്മയും അപ്പനും ഒക്കെ എത്രയോ സ്നേഹത്തോടെയാ. അതുപോലെ തന്നെയാണ് യേശു ചെയ്യുന്നത് എന്നാണ് വചനം പറയുന്നത്. വചനം പറയുന്നത് അട്ടഹാസമൊന്നുമല്ല പ്രിയമുള്ളവരെ. ഈ വചനം കേൾക്കുന്നവരുടെ ഹൃദയങ്ങളിലേക്ക് മക്കളെ വൈദികനാകാനോ സിസ്റ്റേഴ്സ് ആകാനോ പറഞ്ഞു വിട്ടിട്ടുള്ളവരുടെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് കടന്നു വരികയാണ്. ജോയൽ പ്രവാചകൻ പറയുന്നത് പോലെ എല്ലാവരുടെ മേലും ഞാൻ പരിശുദ്ധാത്മാവിനെ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. ആ നാളുകളിൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. ആ രക്ഷയിലേക്കാണ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും കടന്നു വരുന്നത്. ഈ നല്ലിടയന്റെ ഉപമയില് നമ്മൾ പ്രധാനമായിട്ട് 6 കാര്യങ്ങളിലേക്ക് വരികയാണ്. ഒന്ന്, ഞാനാണ് വാതിൽ. ഞാനാണ് വാതിൽ. വാതിൽ നമുക്കറിയാം, കെട്ടിടത്തിന്റെ ഉള്ളിലേക്ക് കയറാനോ പുറത്തേക്ക് ഇറങ്ങാനോ വാതിൽ ആവശ്യമുണ്ട്. യേശുവാകുന്ന വാതിലിലൂടെ ഉള്ളിൽ പ്രവേശിക്കുന്ന ഓരോരുത്തരും സുരക്ഷിതരായിരിക്കും. ഈ വാതിലിന്റെ പുറത്തേക്ക് ഇറങ്ങുന്നവരെ സമൃദ്ധമായ പച്ച നിറഞ്ഞ പുൽത്തകിടിയിലേക്ക് കൊണ്ടുപോകുന്നതും ഈ വാതിലായ യേശുവാണ്. 2, എന്നിലൂടെ പ്രവേശിക്കുന്നവർ രക്ഷ പ്രാപിക്കും. ഞാൻ യേശുവിലൂടെയാണോ ഈ വിവാഹത്തിലേക്ക് കയറുന്നത്? ഞാൻ യേശുവിലൂടെയാണോ ഈ പൗരോഹിത്യത്തിലേക്ക് കയറുന്നത്? ഞാൻ യേശുവിലൂടെയാണോ ഈ സന്യാസ ജീവിതത്തിലേക്ക് കയറുന്നത്? അങ്ങനെയാണെങ്കിൽ രക്ഷ സ്വറ്റീരിയോ. സക്കേവൂസിനോട് പറഞ്ഞില്ലേ, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഭവനത്തിലേക്ക് കയറിയവർക്കാണ് രക്ഷ ലഭിക്കുക. യേശുവിലേക്ക് കയറിയവർക്കാണ് രക്ഷ ലഭിക്കുക. നമ്മളെല്ലാവരും പാപികളാണ്. പാപത്തിന്റെ ഫലങ്ങളെല്ലാം മാറ്റി യേശു രക്ഷയിലേക്ക് നമ്മെ കൊണ്ടുവരുന്ന പൊൻദിനങ്ങളാണിത്. പ്രത്യേകിച്ച് ഈ 50 നോമ്പ് കാലഘട്ടം. 3-ാമത്തേത്, ജീവൻ ഉണ്ടാകാനും സമൃദ്ധമായി ഉണ്ടാകാനും ഞാൻ അർപ്പിക്കുന്നു എൻ്റെ ജീവൻ. ജീവൻ ഉണ്ടാവുക. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് നിന്നെ ഞാൻ അറിഞ്ഞു. ഈ വചനം കേൾക്കുന്നവരെ, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിന്നെ ഞാൻ അറിഞ്ഞാണ് ദൈവം തെരഞ്ഞെടുത്തത്. അത് ഭൗതികമായ അറിവല്ല, ദൈവികമായ അറിവ്. ആ ദൈവിക അറിവിൽ നിന്നെ ഞാൻ തെരഞ്ഞെടുത്തു, നിന്നെ ഞാൻ വിശുദ്ധീകരിച്ചു. കൂദാശകളാൽ വിശുദ്ധീകരിക്കുകയാണ്. മാമോദീസ, സ്ഥൈര്യലേപനം, കുർബാന, കുമ്പസാരം, കുപ്പട്ടം, വിവാഹം. ഈ കൂദാശകളാൽ വിശുദ്ധീകരിക്കുക. നമ്മുടെ പ്രാർത്ഥനകളാൽ നമ്മളെ വിശുദ്ധീകരിക്കുകയാണ്. അപ്പോൾ ജീവൻ ഉണ്ടാകാനും സമൃദ്ധമായി ഉണ്ടാക്കുന്നതും ദൈവമാണ്. നമുക്കൊക്കെ സമൃദ്ധമായിട്ടുണ്ടാക്കാൻ പറ്റില്ല, തമ്പുരാന് മാത്രമേ ഉള്ളൂ. ഏത് ചീഞ്ഞളുകിയ മുറിവാണേലും ഉണക്കുന്നത് ദൈവമാ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നിന്നും ഒരു സഹോദരി കൊച്ചു വിളിക്കുക, കാനഡയിൽ ഉണ്ടാവാം. അവള് പ്രത്യേകമായ അനുഗ്രഹങ്ങൾ ലഭിച്ച് കാനഡയിൽ ചെന്നത്. ശക്തമായ വയറ്റുവേദനയാ. കൊല്ലത്തുള്ള പല പല ആശുപത്രികളിൽ പോയി. എറണാകുളത്തുള്ള പ്രശസ്തമായ, ആലുവയിലുള്ള പ്രശസ്തമായ ഒരു ആശുപത്രിയിലേക്ക് വരികയാണ്. ഡോക്ടർ പരിശോധനയെല്ലാം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറയുക, മോളെ, മോക്ക് അങ്ങനെ സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങളില്ല, നിന്റെ വയറ്റിൽ നിന്ന് പോകാത്ത കൊണ്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇതെല്ലാം. തമ്പുരാൻ ഇടപെട്ടു പോകുന്നതിന് മുമ്പ് ഒരു 20 മിനിറ്റോളം ഞാൻ ആ മകളോട് പറഞ്ഞു, മോളെ, നിന്റെ വയറിലേക്ക് കൈവയ്ക്കുക, അച്ഛൻ ചൊല്ലി തരുന്ന പ്രാർത്ഥന ഏറ്റി ചെല്ലുക. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് വേദനയോടെ ആശുപത്രിയിൽ ചെന്നു. രോഗമെല്ലാം പെട്ടെന്ന് കണ്ടെത്തി. ദൈവം ഇടപെട്ടു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് കർത്താവ് ഇടപെടുകയാ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നെഞ്ചിന്റെ ഉള്ളിന് വേദനയുള്ളവരുടെ ജീവിതത്തിലേക്ക് കർത്താവ് കടന്നു വരികയാ. ഞാനിത് നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ടാണ് ഈ വചനം പറയുന്നത്, നോട്ടെടുത്തിട്ടാണ് പറയുന്നത്. യോഹന്നാൻ ഉപയോഗിച്ച വാക്ക് ഞാൻ പറഞ്ഞില്ലേ, ഏഗോ എയ്മി ഹോ പോയ്മാൻ കാലോസ. I am the good shepherd. I am the noble shepherd. I am the best shepherd. No comparative. I am the best എന്നല്ല പറഞ്ഞത്. യഥാർത്ഥത്തിൽ യോഹന്നാൻ ഉപയോഗിച്ചത് the best shepherd എന്നാ. മലയാളി വേൽക്കരിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ കുറവുകൾ ഉണ്ടായി എന്നേ ഉള്ളൂ. 4, ജീവൻ അർപ്പിക്കുക. ഒരാൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കാൻ ആരെങ്കിലും തയ്യാറാകുമോ? സ്വന്തം മക്കൾക്ക് വേണ്ടി ചെയ്യാം. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ന്യൂസിൽ കണ്ട ഒരു പ്രോഗ്രാം, ഒരു സംഗതിയാണ്, ഒരു അപകടമാണ് കണ്ടത്. കഴിഞ്ഞ ദിവസം ഞാൻ ടി വിയിൽ കണ്ട
ഒരു ഭയാനകമായ ഒരു സംഭവമുണ്ട്. ഒരു സ്ത്രീയെ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിലേക്ക് ഓടിക്കേറുന്നു, അവളുടെ കാല് തെന്നി ആ പാളത്തിലേക്ക് പോകുന്ന നിമിഷം പോലീസുകാരൻ ഓടിയെത്തി അവളെ അതിൽ നിന്നും വലിച്ചു കയറ്റുന്നത്. തന്റെ ജീവൻ പണയം വെച്ചിട്ട് രക്ഷിക്കുകയാണ്. സമൂഹത്തില് നമ്മുടെ മക്കൾക്ക് വേണ്ടി അല്ലാതെ ജീവൻ പണയം വെക്കുന്ന ധാരാളം മനുഷ്യരുടെ രക്തസാക്ഷിത്വത്തിലാണ് നമ്മളൊക്കെ ഉയർന്നു വന്നത്. രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയിട്ടുള്ള രക്തസാക്ഷിത്വമല്ല, ജീവൻ കൊടുക്കാനുള്ള രക്തസാക്ഷിത്വം. നമ്മളെ പിഴിയുന്ന രക്തസാക്ഷിത്വമല്ല, ജീവൻ നൽകുന്ന രക്തസാക്ഷിത്വം. ജീവൻ അർപ്പിക്കും. അത് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഗാഗുൽത്ത മലയിൽ കണ്ടതാണ്. കുരിശ് ചുമന്ന യേശു മുമ്പോട്ട് പോവുകയാണ്. പോകുമ്പോൾ വീഴുന്നുണ്ട്. അവിടുന്ന് മരണപ്പെടുന്ന സമയം അറിയാം. 8 വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട്, കർത്താവേ, എന്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിൽ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാണ് യേശു മരിക്കുന്നത്. അർപ്പിക്കുകയാണ്. ദ ടോട്ടൽ സറണ്ടർ പിതാവിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു. അവിടുന്ന് തല ചായ്ച്ച് മരിച്ചു എന്നോ നിദ്രയെന്നോ എന്തു വേണേലും പറഞ്ഞു. പിതാവ് നൽകിയ ജീവൻ പിതാവിലേക്ക് കൊടുത്തു. പിതാവ് പിന്നീട് യേശുവിനെ ഉയർപ്പിക്കുന്നു. അർപ്പിക്കുന്ന ജീവിതത്തിൽ ഒരു ഉയർപ്പുണ്ടാകും. അർപ്പിക്കുന്ന ജീവിതത്തിൽ ഒരു ഉയർപ്പുണ്ടാകും. 5, കള്ളനും കൂലിക്കാരനും സ്വന്തമല്ലാത്തവനും. ഇവിടെ 3 വലിയ കഥാപാത്രങ്ങളുണ്ട്. ഒന്ന് കള്ളന്മാര്. വൈദിക ജീവിതത്തിലേക്ക് കടന്നു വരുന്ന കള്ളന്മാരുണ്ട്. സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന കള്ളന്മാരുണ്ട്. വിവാഹം എന്ന കൂദാശയിലൂടെ കടന്നു വരുന്ന കള്ളന്മാരും കള്ളികളുമുണ്ട്. അത് ഈ നല്ല ഇടയനുമായിട്ട് ചേർന്ന് പോകുന്നവരല്ല. രണ്ടാമത് കൂലിക്കാരനാ. കൂലിക്കാരൻ ഇട്ടേച്ചു പോകും. ചെന്നായ വരുമ്പോൾ, ആക്രമണം വരുമ്പോൾ, കത്തുന്ന തീയിലേക്ക് ഓടിക്കയറി സ്വന്തം കുഞ്ഞിനെ എടുത്തുകൊണ്ട് പുറത്തിയാടുന്ന അപ്പനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ശരീരം മുഴുവൻ പൊള്ളി. തന്റെ കുഞ്ഞിനെ രോഗം ബാധിച്ച് കിടക്കുമ്പോൾ എനിക്ക് രോഗം പകർന്നോട്ടെ എന്ന് കരുതി ആ കുഞ്ഞിന്റെ കൂടെ നിൽക്കുന്ന അമ്മമാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കൂലിക്കാരൻ നിൽക്കില്ല. കൂലിക്കാരൻ നിൽക്കില്ല. കോവിഡ് പിടിച്ച ആയിരങ്ങൾ മരിച്ചു വീഴുമ്പോൾ അവരുടെ കൂടെ നിൽക്കാൻ ആരാണ് തയ്യാറായത്? ഞാനൊക്കെ കോവിഡ് 3 സ്റ്റേജിൽ കടന്നുപോയ ഒരു മനുഷ്യനാ. എനിക്കതറിയാം. നമുക്ക് വേണ്ടി ബലിയർപ്പിക്കുന്ന ആരും ഉണ്ടാവില്ല സഹോദരങ്ങളെ, സഹോദരികളെ. ചെന്നായി വരുമ്പോൾ അവരൊക്കെ ഓടിപ്പോകും. ചെന്നായി വരുമ്പോൾ ഞാൻ പലരോടും ചോദിക്കും, സഹോദര, സഹോദരി, ഒരാളെ ഇട്ട് തല്ലുന്നത് കാണുമ്പോൾ നിങ്ങൾ ഓടിച്ചെന്ന് രക്ഷിക്കാൻ നോക്കുമോ? സ്വന്തം കൂട്ടുകാരനെ തല്ലുന്നത് കാണുമ്പോൾ അവനെ രക്ഷിക്കാൻ നോക്കുമോ? ഒരു ബസ്സിൽ ഒരു ബഹളം നടക്കുകയാണ്. മകനുമായിട്ട് ഒച്ചയും ബഹളവും ഒക്കെയായി ഈ അവസരത്തിൽ ഏറ്റവും തിക്കും തിരക്കുമുള്ള ഒരു ബസ്സിന്റെ മുമ്പിൽ നിന്ന് അമ്മ ഓടി വന്ന് മുമ്പിലത്തെ ഡോറിലൂടെ ഇറങ്ങി പുറകിലത്തെ ഡോറിൽ കയറി മകന്റെ അടുത്തേക്ക് ചെന്ന് അവനെ സംരക്ഷിക്കുന്ന അമ്മ. 6ാമത് വചനത്തിൽ പറയുകയാണ്, സ്വന്തമായി സമർപ്പിക്കുക. ഡാമിയന്റെ ജീവിതം അത് ഏറ്റവും നല്ലതായിട്ട് പറയാൻ തോന്നിയ ഒരു വിശുദ്ധൻ. മൊറോക്കോ ദ്വീപില് എല്ലാവരും കുഷ്ഠരോഗം പിടിച്ചു കഴിയുക. ആ കുഷ്ഠരോഗികൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കാൻ അവരുടെ കൂടെ ചെന്ന് കുഷ്ഠരോഗിയായി മരിച്ചു. ജീവൻ സമർപ്പിക്കുക. കോൾബെ ഒരു കുടുംബനാഥന് വേണ്ടിയിട്ട് തന്റെ ജീവൻ കൊടുക്കാൻ തയ്യാറാവുക. സമർപ്പിക്കുക. ഇതുപോലെ സമർപ്പണം നടത്തുന്ന 1000 രക്തസാക്ഷികളുടെയും സമർപ്പകരുടെയും പുരോഹിതരുടെയും ആത്മായ പ്രേക്ഷിതരുടെയും ജീവൻ കൊണ്ട് കെട്ടിപ്പടുത്തിയതാണ് നമ്മുടെ സഭ. ഇന്ന് നമ്മുടെ സഭയ്ക്ക് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ ദുരിതം, എവിടേക്കെങ്കിലും തിരിഞ്ഞെന്ന് കുർബാന ചെല്ലട്ടെ, ഇരുന്ന് ചെല്ലുന്നവർ അങ്ങനെ ചെല്ലട്ടെ. ഒരു മെത്രാൻ പിതാവ് എന്നോട് പറഞ്ഞതാ, അച്ഛ, ഇന്ന് സീറോ മലബാർ സഭയിൽ ഉണ്ടായിരിക്കുന്നത് ദൈവത്തോട് ആലോചന ചോദിച്ചാണോ ഈ തീരുമാനങ്ങൾ എടുത്തത് എന്ന് എനിക്ക് ബലമായ സംശയമുണ്ട്. നോർത്ത് ഈസ്റ്റിൽ ചെന്നപ്പോൾ ഒരു പിതാവ് എന്നോട് പറഞ്ഞ വാക്കാ. ശരിയല്ലേ? ദൈവത്തോട് ആലോചന ചോദിച്ചാണോ? നമ്മള് ഭൂരിപക്ഷം എടുക്കുന്നതല്ല നിയമം,
തമ്പുരാന്റെ നിയമം ഭൂരിപക്ഷമല്ല. തമ്പുരാന്റെ നിയമം പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്നതാ. ആ പരിശുദ്ധാത്മാവിനെ അനുധാവനം ചെയ്ത് പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിച്ച് ഭാര്യയെ ഉപേക്ഷിക്കാത്ത, മറിയത്തെ ഉപേക്ഷിക്കാത്ത യോസേപ്പ് പിതാവ് നമ്മുടെ മാതൃകയാകണം. ഓശാന ഞായറാഴ്ചയ്ക്കും പെസഹ വ്യാഴത്തിനും ദുഃഖവെള്ളിയാഴ്ചയും ഉയർപ്പിനുമായി ഒരുങ്ങുന്ന നമ്മളൊക്കെ ആ യോസേപ്പ് പിതാവ് നല്ലവനായിരുന്നു, നീതിമാനായിരുന്നു, നല്ല പിതാവ്, ഒരു മാതൃകയാ ജീസസ് ക്രൈസ്റ്റ്. ഏഗോ എയ്മി ഹോ പോയ്മോൻ ഓ കലോസ ഗുഡ് കലോസ, the best, not better, not good, the best. നമുക്ക് ബെസ്റ്റ് ആകാനായിട്ട് തമ്പുരാനോട് പ്രാർത്ഥിക്കാം. ബെസ്റ്റ് മീൻസ് കർത്താവിൻ്റെ വചനം പഠിക്കുന്നതിൽ, വചന ശുശ്രൂഷകൾ നടത്തുന്നതിൽ നമുക്ക് തയ്യാറാകാം. ഏറ്റവും സ്നേഹമുള്ളവരെ, നിങ്ങൾ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവർക്ക് കൊടുക്കണം. ഒരു പക്ഷേ വൈദികർക്ക് ഇതൊരു സഹായമാണ്, സിസ്റ്റേഴ്സിനൊരു സഹായമാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളോട് ഉണ്ടാകട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങ് നല്ല ഇടയനാണല്ലോ. നല്ല ഇടയനായ അങ്ങ് ഞങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ തയ്യാറായി. അവിടുത്തെ കുരിശ് മരണം, അവിടുത്തെ ഉയർപ്പ്, കുരിശ് യാത്രയിലെ അങ്ങയുടെ നിണങ്ങൾ, അടിയേറ്റപ്പോഴൊഴുകിയ നിണമെല്ലാം ഞങ്ങളുടെ മനസ്സിലുണ്ട്. ഞങ്ങളെ അനുഗ്രഹിക്കണമേ, വിശുദ്ധീകരിക്കണമേ. ഞാൻ നല്ല ഇടയനാണ് എന്ന് പറഞ്ഞ് മരിക്കാൻ ഓരോ മെത്രാന്മാർക്കും, ഓരോ വൈദികർക്കും, ഓരോ സന്യാസികൾക്കും, ഓരോ അപ്പനും അമ്മയ്ക്കും മക്കൾക്കും ഇടയാകട്ടെ. അതിനു വേണ്ടുന്ന അനുഗ്രഹം സമൃദ്ധമായി പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് നൽകട്ടെ. ആമേൻ. ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ സമാധാനം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരും ഷെയർ ചെയ്യണം. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾ നിറയുന്നു.